ഇന്ന് നമ്മൾ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നൈസ് പത്തിരിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ നല്ലോണം കുഴച്ചിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഈ ഒരു മെത്തേഡിൽ നൈസ് പത്തിരി ചെയ്യുമ്പോൾ നമ്മൾ പൊടി കലക്കി ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. പൊടി ഒട്ടും തന്നെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ആർക്കും നൈസ് പത്തിരി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ കുഴച്ച് പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റാണ് ഈ ഒരു നൈസ് പത്തിരി. പിന്നെ അതുപോലെ കണ്ടോ 2 ലെയറായിട്ട് നല്ലോണം പൊള്ളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ ഇതുപോലൊരു പാനിലേക്ക് 1 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. പൊടിച്ച് വറുത്ത് വെച്ച പച്ചരിയുടെ പൊടിയാണ് കേട്ടോ. ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റിൽ കിട്ടുന്ന പൊടിയായാലും മതി. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് അരിപ്പൊടിക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. പിന്നെ ഇതുപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടോ, ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ കട്ട പിടിച്ച് പോകും. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇനി വേഗം തന്നെ ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് ഉരുട്ടി പരത്തിയെടുത്താൽ മാത്രം മതി. ഇതിന് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിരിക്കുന്നത്. നമ്മൾ സാധാരണ നൈസ് പത്തിരി ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരുപാട് സമയം കുഴച്ചെടുത്തിട്ടാണ് ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒട്ടും തന്നെ കുഴച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു കവറാണ് എടുത്തത്. പഞ്ചസാരയൊക്കെ വാങ്ങുന്ന കവർ ഉണ്ടല്ലോ, അതുപോലെ ഏതെങ്കിലും ഒരു കവർ എടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സിപ്ലോ കവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ഇനി പത്തിരി പരത്തുന്ന പ്രസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ പത്തിരി പരത്തുന്ന പ്രസ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കാണിക്കുന്നത്. കവർ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. ആദ്യത്തെ തവണ മാത്രം വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുത്താൽ മതി കേട്ടോ. എല്ലാ തവണയും നമ്മൾ ഇതുപോലെ വെളിച്ചെണ്ണ തടവി കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരൊറ്റ പ്രാവശ്യം ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതുപോലെ ഓരോ ബോളാക്കി എടുക്കാം. എന്നിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. ഈ കവറിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഈ കവറൊന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്ലേറ്റ് വെച്ച് ഒന്ന് അങ്ങ് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് പരന്ന് കിട്ടിക്കോളും. ഇനി കവറിൽ നിന്ന് ഇത് ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല നൈസായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് പൊടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്ലേറ്റ് വെച്ച് ഒന്ന് അങ്ങ് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് കിട്ടിക്കോളും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മളൊന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നന്നായിട്ട് പരന്ന് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് പത്തിരി പരത്തി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. പിന്നെ നമ്മൾ ബാക്കിയുള്ളത് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. അതല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ഇപ്പോൾ ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. പിന്നെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കിയെടുക്കേണ്ടത്. പത്തിരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ആദ്യം നമ്മളിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പിന്നെയാണ് നമ്മളിത് വേവാൻ വേണ്ടി വെക്കേണ്ടത്. പിന്നെ ഈ ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടിയതിന് ശേഷം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ പൊങ്ങി കിട്ടിക്കോളും. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ പത്തിരി ചുട്ടെടുക്കേണ്ടത്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല. ഇപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നൈസ് പത്തിരിയാണ്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ആദ്യത്തെ തവണ വേഗം തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒന്ന് വെന്ത് കിട്ടിയാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം.
തിരിച്ചിട്ട് കൊടുത്ത് ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ട് പൊങ്ങി കിട്ടിക്കോളും. ഇപ്പോൾ ഇത് കണ്ടോ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചുട്ടെടുക്കുക. പിന്നെ ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കണമെന്നില്ല. നമ്മുടെ കയ്യിൽ വലിയ പാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടെണ്ണം ഒരുമിച്ച് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ കയ്യിൽ ഇതുപോലെ വലിയ പത്തിരിക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചുട്ടെടുത്താലും മതി. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേ ടൈമിൽ തന്നെ 4-5 ഒക്കെ ഒരുമിച്ച് തന്നെ ചുട്ടെടുക്കാം. പിന്നെ നമ്മളിത് ചുട്ടെടുത്ത് ഉടനെ തന്നെ കാസറോളിലിട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് സമയം സോഫ്റ്റായിട്ട് തന്നെ ഇരുന്നോളും. നന്നായിട്ട് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ഭാഗവും ഒരേ തിക്നെസ് തന്നെ പരത്തിയെടുക്കാൻ നോക്കാം. അപ്പോൾ പിന്നെ ഇതുപോലെ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിക്കോളും. ഇനി ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ. ഇപ്പോൾ നൈസ് പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ചെയ്യാൻ, നല്ല സോഫ്റ്റാണ് കഴിക്കാനും. നമ്മൾ സാധാരണ കുഴച്ചൊക്കെ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും സോഫ്റ്റാണ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഒരുപാട് കഷ്ടപ്പെട്ട് കുഴയ്ക്കൊന്നും വേണ്ട. നൈസ് പത്തിരി നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴ റെഡിയാവുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ പൊടി കുഴയ്ക്കേണ്ട ആവശ്യം തന്നെയില്ല. ജസ്റ്റ് വട്ടാക്കി ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്